ഓണം ആഘോഷിക്കാൻ ചില വിഭാഗത്തിലുള്ള ആളുകൾക്ക് അവകാശമില്ല, പാടില്ല. ചില ജാതിയിൽപ്പെട്ട ആളുകൾ, ഇപ്പം മുസ്ലിം ജനതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മുസ്ലിം ജനങ്ങളോ തിരുവോണം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന ചില മതപണ്ഡിതർ. നമ്മൾ മുസ്ലിങ്ങൾക്ക് ഉള്ള ഒരു വസ്ത്രധാരണത്തിന്റെ ഒരു ഭാഗമാണ് ഹിജാബ്. ഹിജാബ് ഇട്ട് പെൺകുട്ടികൾ ഡാൻസ് കളിക്കല്ലേ. ഇപ്പൊ സ്കൂളിലും കോളേജസിലുമൊക്കെ കുട്ടികൾ ഇപ്പം ഓണം ഒരുപാട് പണ്ടത്തെക്കാട്ടിലും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഓണം ആഘോഷിക്കുമ്പോൾ ഈ ഹിജാബ് ഇട്ട് ഡാൻസ് കളിക്കരുത്, മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കരുത്, സദ്യ കഴിക്കുമ്പോൾ അത് ഒരു പ്രശ്നമാവുന്നു, ഇത്തരത്തിലുള്ള ഈ ഓണം, ഈ ആഘോഷങ്ങളിലെ ഈ വിവേചനം, യഥാർത്ഥത്തിൽ ഓണം മലയാളികളുടെ അല്ലേ, മനുഷ്യരുടെ അല്ലേ? അതെ, ഓണം മനുഷ്യരുടേതാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഓണം മലയാളികളുടെ ദേശീയോത്സവമായി പ്രഖ്യാപിക്കുന്നത് പട്ടംതാണുള്ളേ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷത്തിൻ്റെ പാരമ്പര്യമൊന്നും ഇതിനില്ലെന്നർത്ഥം. ഈ പണ്ടൊക്കെ ഇപ്പം നമ്മൾ കാണുന്ന ഓണ ആഘോഷം, മലയാളിയുടെ ദേശീയ ഉത്സവമായ ഓണ ആഘോഷം ഒരു 100 വർഷത്തിന് മുമ്പ് അസാധ്യമായിരുന്നു കേരളത്തിൽ. അത് നമ്മളെന്താ മനസ്സിലാക്കാത്തത്? ഓണപ്പുടവ ഇപ്പൊ കേരളത്തിലെ ദലിത് ജനവിഭാഗങ്ങൾ പുതിയ വസ്ത്രം മേടിച്ചാൽ ചെളിയിൽ മുക്കിയിട്ട് വേണം ഉടുക്കാൻ എന്ന് നിയമമുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് എന്ത് ഓണപ്പുടവയുടെ കാര്യമാണ് ഇവർ പറയുന്നത്? ബ്ലൗസ് ഇട്ടാൽ ബ്ലൗസ് വലിച്ചു കീറുന്ന കേരളത്തിൽ സ്ത്രീകൾ, നാടാർ സ്ത്രീകൾ, ദലിത് സ്ത്രീകൾ ബ്ലൗസ് ഇട്ടാൽ ബ്ലൗസ് വലിച്ചു കീറുന്ന മാടമ്പിമാരുണ്ടായിരുന്ന കേരളത്തിൽ എന്ത് ഓണാഘോഷം നടന്ന കാര്യം ഇവർ ഈ പറയുന്നത്? അപ്പൊ ഇവിടുത്തെ വലിയ ജന്മി കുടുംബങ്ങളിലൊക്കെ വേണമെങ്കിൽ അവർക്കല്ലേലും എല്ലാ 12 മാസവും ഓണായിരുന്നു. കാരണം പണിയെടുത്ത് മുഴുവൻ അവരുടെ പത്താഴത്തിലാണല്ലോ നിറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അവരങ്ങനെ ഓണാഘോഷിച്ചിട്ടുണ്ടാവും. ഈ ജനം മുഴുവനും ഓണക്കളിയുടെ ഭാഗമായി പബ്ലിക് സ്പേസിൽ എന്നെത്തിയെന്നാണ് ഈ പറയുന്നത്. വഴി കയറിയാൽ തല്ലി ഓടിക്കുന്ന ഒരു കാലത്തുനിന്ന് മോചനം കിട്ടിയിട്ട് 100 കൊല്ലമായിട്ടില്ലെന്ന്. പിന്നെ എന്ത് മലയാളി, എന്ത് ഓണം ഇവരെന്നെ ഈ പറയുന്നത്? അപ്പോൾ ഇതിനകത്ത് ഭയങ്കര കള്ളത്തരങ്ങളുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിലൊന്ന്, മഹാബലിയെ എന്ന സമത്വവാദിയായ ഭരണാധികാരിയെ വാമനൻ എന്ന് പറയുന്ന ബ്രാഹ്മണ കുമാരൻ ചവിട്ടിത്താഴ്ത്തിയതാണ് അത്ര ഓണം. അപ്പം ഒരു വർഷത്തിലൊരിക്കൽ വന്ന് പ്രജകളെ കണ്ടോളാൻ പറയുമ്പോൾ അദ്ദേഹം കാണാൻ വരുന്നതായിട്ടാണ് നാടോടി ഈ വൃത്തം. അപ്പൊ ഈ മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെന്നാലും ഒന്നുപോലെ എന്നൊരു പാട്ട്, ഇത് ആരെഴുതിയാന്നറിയാമോ? സഹോദരൻ എഴുതിയൊരു കവിതയാ. അതല്ലാതെ ഇവരീ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് വർഷം മുമ്പ് ആരോ പാടിയ പാട്ടൊന്നുമല്ല. ചില പരികളൊക്കെ കേരളത്തിലുണ്ടായിരുന്നു, അത് ശരിയാ. പക്ഷെ അതൊരു പാട്ടായിട്ട് വരുന്ന ഒരു ഗാനമായിട്ട് മലയാളി കേൾക്കുന്നത് സഹോദരൻ എഴുതിയതാ. അത് ഒന്ന്. ഇപ്പൊ ഈ ഓണത്തിന്റെ ഇപ്പോൾ കാണുന്ന ഈ നിറവുകൾ, നല്ല വസ്ത്രം ധരിക്കുക, കൂട്ടത്തോടെ സഞ്ചരിക്കുക, പൂക്കൾ എറുക്കുക, പൂക്കൾ ഇടുക എന്നൊക്കെ പറയുന്ന കലാപരിപാടികളൊക്കെ ഈ വളരെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആയ ഒരു വിഭാഗത്തിന് മാത്രം വിധിച്ചൊരു കാര്യമായിരുന്നു. ബാക്കി ബഹുഭൂരിപക്ഷം അതിന് പുറത്തായിരുന്നു. പിന്നെ കേരളത്തിൽ ഓണം ആഘോഷിക്കാത്തൊരു സമുദായമുണ്ട്. അവരോണമല്ല ആഘോഷിക്കുന്നത്. കേരളത്തിലെ നമ്പൂതിരിമാരാ, ബ്രാഹ്മണ വിഭാഗം. അവർ ഓണം ആഘോഷിക്കാറില്ല. അവർ വാമന വിജയമാണ് ആഘോഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചവിട്ടി താഴ്ത്തിയത് കൊള്ളാമെന്നാണ് അവർ പറയുന്നത്. അവർക്ക് നല്ല ധാരണ അതിനെക്കുറിച്ചൊക്കെ. അപ്പൊ അവനെ ചവിട്ടി താഴ്ത്തിട്ട് തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ അവർക്ക് തർക്കമില്ലാത്തതുകൊണ്ട് അവരതാ ആഘോഷിക്കുന്നത്. അപ്പോ ഇങ്ങനെ പലതരത്തിലാണ് ഓണത്തോടുള്ള റെസ്പോൺസ്. അപ്പൊ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികളുടെ കാര്യം എടുക്കുക. ഉദയംപേരൂർ സുനഹദോസിൽ അതിൻ്റെ വിലക്കുകളിൽ പ്രധാനപ്പെട്ട ഒരു വിലക്ക് ഓണാഘോഷങ്ങൾ പങ്കെടുക്കരുതെന്ന. ക്രിസ്ത്യാനികൾ ഓണാഘോഷങ്ങളിൽ മറ്റുള്ളവർക്കൊപ്പം പങ്കെടുക്കരുത് എന്നാ. പക്ഷെ ക്രിസ്ത്യാനികൾ ഓണാഘോഷിക്കാറില്ലേ? ആഘോഷിക്കാറുണ്ട്. വിലക്കൊക്കെ അവിടെ കിടക്കും. ഇതൊരാഘോഷമാണ്. അപ്പോൾ സമൂഹം കൂടുതൽ തുറവിയിലേക്ക് വരുംതോറും ആഘോഷത്തിൻ്റെ ഇത് കൂടിക്കൊണ്ടിരിക്കും.
അപ്പം ഈ ആഘോഷത്തിൽ വിന്യസിക്കപ്പെടുന്ന ചിഹ്നങ്ങളാവട്ടെ സവർണ ചിഹ്നങ്ങളാണ്. വസ്ത്രധാരണം, ഭക്ഷണം, കുറി, ചാന്ത്, പൊട്ട് എല്ലാം നോക്കിയാൽ സവർണ സംഗതികളാണ് മൊത്തം വിന്യസിക്കപ്പെടുന്നത്. നമ്മളും സെറ്റ് മുണ്ട കൊടുത്തേ പോകാവൂ. നമ്മളും വീട്ടിൽ മീനില്ലാതെ ചോറിറങ്ങിയാലാത്ത മനുഷ്യർ ഓണത്തിന് മീൻ കഴിക്കരുത്. അതാണ് പുതിയ ചിട്ട. അപ്പം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രഭു കുടുംബങ്ങളിലെ നായർ നാടുവാഴി കുടുംബങ്ങളിലെ ഈ രാജകൊട്ടാരങ്ങളിലെയും ബ്രാഹ്മണരുടെയും സദ്യയുടെ ചിട്ടവട്ടങ്ങളെ മലയാളിയുടെ സദ്യയാക്കി പരിവർത്തനപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് ഓണം എന്ന് പറഞ്ഞൊരു കാര്യം. മലയാളികൾ 99% ഇറച്ചി മീനും നിന്ന് ജീവിക്കുന്നവരാണ്. അവർ ഇന്നൊരു ദിവസം മാത്രം വേണം വീട്ടിൽ മീൻ കറി വെക്കുന്നില്ലായിരിക്കുന്നേ ഉള്ളൂ. മലബാറിലെ ഓണാഘോഷങ്ങളിൽ മത്തി സാമ്പാർ നിർബന്ധമാണെന്ന്. അപ്പൊ ഇതൊക്കെ വെറുതെ പറയുന്നതാ. ഇത് നൂറ്റാണ്ടുകൾ മുമ്പേ തുടങ്ങിയ മലയാളിയുടെ ഐക്യത്തിൻ്റെയാണ്. എന്തൈക്യം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ കഥ ഞാൻ പറഞ്ഞു. അപ്പോൾ മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കണോ വേണ്ടയോ? അതാ ഇപ്പോൾ പുതിയ തർക്കം. ഡാൻസ് കളിക്കണോ വേണ്ടയോ? ഡാൻസ് കളിച്ചാൽ തന്നെ ഹിജാബ് ഇടണോ വേണ്ടയോ? അതൊക്കെ അവർ തീരുമാനിച്ചു. പുറത്തുനിന്നുള്ള ഉപദേശം തൽക്കാലം വേണ്ട. അതാണ് എൻ്റെ സുശക്തമായ അഭിപ്രായം. കാരണം ഈ ആഘോഷത്തിൽ അവർ പങ്കാളികളാകാൻ എല്ലാ അവകാശവും അവർക്കുണ്ട്. അതെങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം ചർച്ച ചെയ്യാൻ ആ സമുദായത്തിന് അവകാശമുണ്ടെന്നേ അകത്ത്. അതെങ്ങനെയായിരിക്കണം, മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവർക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാമല്ലോ. അതിനകത്ത് ഈ ബാക്കിയുള്ളവർ കയറി ഇടപെടുന്നതിന് അതിനാണ്. അവർക്ക് ഉപദേശകരായിട്ട് ഒരു നിര ഇങ്ങനെ പൊങ്ങി വരുന്നതിനാണ്. ഉപദേശകരൊക്കെ തൽക്കാലം വീട്ടിൽ പോകും. അവർ തീരുമാനിച്ചോളൂ ഡാൻസ് കളിക്കണോ കളിക്കണ്ടേ, ഹിജാബ് ധരിച്ച് കളിക്കണോ ധരിക്കാതെ കളിക്കണോ, അതൊക്കെ അവർ തീരുമാനിച്ചോളൂ. അതിനുള്ള അവകാശം അവർക്ക് നിങ്ങൾ ആദ്യം അനുവദിക്കുക. അവർക്ക് അതിന് അവകാശം ഉണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കുക. ഇപ്പം കേരളത്തിലെ ദളിതർ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു തരാത്തവർ സവർണരിൽ വളരെ ചുരുക്കമാണ്. വലിയ ഉപദേശം കിട്ടുന്നു. ഇവരെന്തിനാ ജീവിതം? അവനവൻ്റെ ജീവിതം നോക്കിയാൽ പോരെ, ഇവനെങ്ങനെയെങ്കിലും ജീവിച്ചോളൂന്ന്. അപ്പം ഇതിനകത്തൊരു ചതിയുണ്ട്. ഈ പറയുന്നത് മുസ്ലിം യുവതികളുടെ എന്തോ ഡാൻസൊക്കെയാണ് ഇതിന് കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികൾ ഡാൻസ് കളിച്ചതിന് ഈ പറഞ്ഞ വലിയ മതപരമായ വിലക്കുള്ളതായിട്ട് എനിക്കറിയത്തില്ല. എന്തോ ചില അഭിപ്രായങ്ങളൊക്കെ ആരൊക്കെയോടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, അവർക്ക് സൗകര്യം ഇല്ലെങ്കിൽ അവർ ഇനി പങ്കെടുത്തില്ലെങ്കിലും അവരോട് ആരും ചോദിക്കേണ്ട കാര്യം. നിർബന്ധമായിട്ട് മലയാളം സംസാരിക്കുന്നവർ ഓണം ആഘോഷിക്കണമെന്നും പറയാൻ ആർക്കും അവകാശമില്ല. അത് ഈ ജയ് ശ്രീറാം വിളിക്കാതെ ഇന്ത്യ ജീവിക്കാൻ പാടില്ലെന്ന് പറയുന്നതിൽ വേറൊരു യുക്തിയാണ് ഇവർ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറയുന്നത്, ഈ മതപരമായ വിലക്കുകൾ എന്ന് പറയുന്നത് മതത്തിൻ്റെ ഭാഗമാണ്. മതപരമായ വിലക്കുകളെ കുറിച്ച് മതപണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പിൽക്കാലത്ത് അനുയായികൾ പലതും അതിനെ നിഷേധിക്കും, വേണ്ടെന്ന് വെക്കും. അങ്ങനെയൊക്കെയാണല്ലോ സമുദായം, ഓരോ വിഭാഗവും വികസിക്കുന്ന. അങ്ങനെ ഇപ്പോൾ പാലായിലെ ബിഷപ്പ് പറയുന്ന കാര്യം ഞങ്ങളുടെ പെൺകുട്ടികളെ മുഴുവൻ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടു പോകാം. ആ വാക്കിൻ്റെ അർത്ഥം, ആ വാചകത്തിൻ്റെ അർത്ഥം എന്നാണ്? സുറിയാനി ക്രിസ്ത്യാനികളായ പെൺകുട്ടികളെ മുഴുവനും മുസ്ലിം യുവാക്കൾ പ്രേമം നടിച്ച് തട്ടിക്കൊണ്ടുപോകണം. അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സുറിയാനി ചെറുപ്പക്കാർ കൊള്ളിയാലെന്നാണ് ഈ ബിഷപ്പ് പറയുന്നതിൻ്റെ അർത്ഥം. സുറിയാനി ചെറുപ്പക്കാർ കൊള്ളുമെങ്കിൽ അവൾ പോകത്തില്ല. അവനൊക്കെ പ്രേമിച്ചോ, അല്ലെങ്കിൽ ഇവന്മാർ കൊള്ളത്തില്ലെന്നാണ് ഈ പറയുന്നത്. ഇത്തരം ട്രാജിക് പ്രസ്താവനകളാണ് വരുന്നത്. ഒരു ബിഷപ്പ് പറഞ്ഞു, നമ്മുടെ എണ്ണം വല്ലാതെ കുറഞ്ഞു വരുവാണ്, അതുകൊണ്ട് മക്കളുടെ എണ്ണം കൂട്ടണം എന്ന് പറഞ്ഞു. അമേരിക്കയിലൊക്കെ ജീവിക്കുന്ന മലയാളികളായ ഈ കാനായക്കാർക്കൊക്കെ ഒരു വീട്ടിൽ 5-6 മക്കളൊക്കെ. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പം ഈ മുസ്ലിങ്ങൾക്ക് മാത്രമല്ലെന്ന്, എല്ലാ മതങ്ങളിലും വിലക്കുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഹിന്ദു മതത്തെക്കുറിച്ച് അംബേദ്കർ പറയുന്നത് വിലക്കുകളുടെ തത്വശാസ്ത്രം എന്നാണ് പറഞ്ഞത്. വിലക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വിലക്ക് മാത്രം. ആരോട് കൂടണം, ആരോട് കൂടരുത്, ആരെ കല്യാണം കഴിക്കണം, ആരുടെ കൂടെ ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കരുത് തുടങ്ങി
വിലക്കുകളുടെ സംഭവമാണത്. അത് മതമല്ലെന്ന് അംബേദ്കർ പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്നത് ഇതെന്താണ് മുസ്ലിങ്ങൾക്ക് അകത്ത് വരുമ്പോൾ ഇത്ര വലിയ വേവലാതിക്ക് കാരണം? അതാണ് ഈ നരേഷൻ്റെ ഒരു പ്രത്യേകത. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതല്ല, അതിനെ ചുറ്റിപ്പറ്റി നമ്മളൊരു കഥ നിർമ്മിച്ചെടുക്കും. മുസ്ലിങ്ങൾ മതമേധാവികൾ സ്ത്രീകളെ, പെൺകുട്ടികളെ മുഴുവൻ അടിച്ചമർത്തുന്നതിൻ്റെ വലിയൊരു സ്റ്റോറിയാണ് നിർമ്മിച്ചെടുക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ പറയാലും പിള്ളേർ ഡാൻസൊക്കെ കളിക്കുന്നു. ഇനിയുള്ള കാലത്ത് അങ്ങനെയാണ്, പിള്ളേർ ഡാൻസൊക്കെ കളിക്കും. അപ്പോൾ അതിൽ മതപരമായ വിലക്കുകൾ ഉണ്ടെങ്കിൽ പറയാനും കുറേ ആൾക്കാരുണ്ടാവും. അവരത് പറയും. ചില വിലക്കുകൾ അത് വേണ്ടെന്ന് നോക്കും, ചില വിലക്കുകൾ സ്വീകരിച്ചെന്നും വരാം. അതൊക്കെ അവർക്ക് വിട്ടുകൊടുക്കുന്നു, അവർ തീരുമാനിക്കട്ടെ. അവർ ചലനക്ഷമമായൊരു സമൂഹമാണെന്ന് എന്തുകൊണ്ടാണ് കാണാത്തത്? ഇപ്പോഴും മുസ്ലിങ്ങളെ കുറിച്ച് പറയും 7-ാം നൂറ്റാണ്ടിലെ കഥയവന്മാർ പറയുന്നത്. അവർ 7-ാം നൂറ്റാണ്ടൊക്കെ വിട്ട് 21-ാം നൂറ്റാണ്ട് കടന്ന് ചിന്തിക്കുന്നു. ഇന്ന് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ പോയാൽ, വിവിധ യൂണിവേഴ്സിറ്റിയിൽ പോയാൽ മലയാളികളായ മുസ്ലിം പെൺകുട്ടികളുടെ നിറഞ്ഞ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. വലിയ സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അവരങ്ങനെ വളരെ വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമുദായം. അയ്യോ, ബാക്കി പുറത്ത് നിൽക്കുന്നവരാണല്ലോ ഈ 7-ാം നൂറ്റാണ്ടിൻ്റെ കഥ പറയുന്നത്. അവരങ്ങനല്ല, അവർ മുന്നോട്ട് ചലനക്ഷമമായൊരു സമുദായമാണ്. അതുകൊണ്ട് അവർക്ക് തീരുമാനിക്കാതൊക്കെ വേണോ വേണ്ടോ എന്നുള്ളത്. അതിനകത്ത് ഇവിടെ ആരും കയറി ഇടപെടേണ്ടതില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് ബേസിക്കായിട്ട് ആ കാര്യത്തിൽ. അതുകൊണ്ട് ഓണം ആഘോഷിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനും ഏതൊരാൾക്കും, ഏതൊരു വിഭാഗത്തിനും കേരളത്തിൽ അവകാശമുണ്ട്. ഞങ്ങൾ ഇന്ന് പോലെ ഓണം ആഘോഷിക്കുന്നില്ലെന്ന് ഒരു വിഭാഗം അങ്ങ് തീരുമാനിച്ചു, അല്ലല്ല നീ നിർബന്ധമായിട്ട് ആഘോഷിച്ചേ പറ്റുള്ളൂ എന്ന് പറയാൻ ഇവിടെ ഒരാൾക്കും അവകാശമില്ല. ഒരാൾക്കും ഓണത്തിൻ്റെ കോൺട്രാക്റ്റ് ആർക്കും കൊടുത്തിട്ടില്ലെന്ന് ചുരുക്കം. ആരും അത് ഏറ്റെടുക്കൊന്നും വേണ്ട. ഞങ്ങൾക്ക് സൗകര്യം, എൻ്റെ വീട്ടിൽ മീൻ കറി കൂട്ടിയാണ് ഞങ്ങൾ ഓണാഘോഷം നടത്താറുള്ളത്. മീൻ കറി വെക്കും, ആവശ്യമുള്ളവർ കഴിക്കും, ആവശ്യമില്ലാത്തവർ കഴിക്കണ്ട. ചില ഓണത്തിന് ഇറച്ചിക്കറി വെക്കും, അത് ഞങ്ങളുടെ സൗകര്യമാണ്. അപ്പോൾ അത് നമ്മുടെ സൗകര്യം അനുസരിച്ച് ആഘോഷം നടത്തുന്നു. ഈ വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിക്കുന്നവർക്ക് മദ്യം കഴിക്കാവോ? മദ്യം കഴിക്കരുതല്ലോ, ശുദ്ധാത്മാക്കളായിട്ട് ജീവിക്കണമല്ലോ എന്നാണല്ലോ അവർ പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്ന ദിവസം ഓണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എന്ത് കാര്യമാണ് അവർ ഈ പറയുന്നത്? കോടിക്കണക്കിന് രൂപയുടെ മദ്യം വിൽക്കുന്നത്, കോടിക്കണക്കിന് രൂപയുടെ മദ്യം. ഇതൊക്കെ മേടിച്ച് കടലിൽ കൊണ്ട് ഒഴിപ്പിച്ച് കളയുമല്ല, കുടിക്കുമോ ആൾക്കാർ. അപ്പം ഇവർ ഈ പറയുന്ന ഓണത്തിൻ്റെ പവിത്രതയും മിത്തും ഒന്നും യഥാർത്ഥത്തിൽ ഉള്ളതല്ല, അതില്ല. അതുകൊണ്ട് അവർ സൗകര്യമുള്ള പോലെയൊക്കെ ആഘോഷിക്കട്ടെ. അവർക്ക് മതപരമായ വിലക്കുണ്ടെന്ന് തോന്നിയവരത് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് അവരത് ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. എനിക്കതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കും. എനിക്കതിനകത്ത് വലിയ ഒരു ഉത്കണ്ഠയില്ല, ഒരു ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല എനിക്ക്. കാരണം അത് അവർക്ക് തീരുമാനിക്കാവുന്ന കാര്യമുള്ളൂ. അവരെക്കുറിച്ച് ഞാൻ ഉത്കണ്ഠപ്പെട്ട് ഒരു സ്റ്റോറി നിർമ്മിച്ച് അവിടെ എന്തോ അപകടം സംഭവിക്കുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല.